ഒരു കടുത്ത ഫുട്ബോൾ ആരാധകനാണ് എനിക്കറിയാം. കാരണം നമ്മുടെയൊക്കെ വീഡിയോയിലൊക്കെ ഇപ്പോൾ ഞാൻ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഫുട്ബോൾ ഫാനാണെന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. ഒരു കടുത്ത യുണൈറ്റഡ് ആരാധകനാണ്. വാട്സപ്പിൻ്റെ DP പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ ആദ്യമായി കണ്ട യുണൈറ്റഡിൻ്റെ കളി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഒരു യുണൈറ്റഡ് ഫാനാവുള്ള ഒരു യാത്ര? ആക്ച്വലി ഞാൻ യുണൈറ്റഡ് ഫാൻ ആയതും എൻ്റെ ക്രിക്കറ്റും തമ്മിൽ അത്യാവശ്യം നല്ല കണക്ഷൻ ഉണ്ട്. കാരണം ഞാൻ കളി കണ്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര AC മിലാൻ ഫാനായിരുന്നു. ഈ റൊണാൾഡീനോ, പാറ്റോ, ദിദ, കക്ക ഇവരൊക്കെ AC മിലാൻ്റെ ജേഴ്സിയിൽ ഷൈൻ ചെയ്യണ സമയത്താണ് നമ്മളൊക്കെ ഫുട്ബോൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര മുന്നുള്ള പ്ലേയേഴ്സ് മാൽഡീനി ഇവരൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ഫാൻറ്റസി, ഭയങ്കര സ്ട്രോങ് ടീമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കളി ഇങ്ങനെ നമ്മളൊന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ റിട്ടയർ ആവാനായി. അപ്പോൾ പ്രോപ്പർ ഒരു ടീമില്ല. ആ സമയത്താണ് പലരും റൂണിനെ കണ്ടിട്ടും റൊണാൾഡോനെ കണ്ടിട്ട് റോയ് കീനെ കണ്ടിട്ടൊക്കെയാണ് മാഞ്ചസ്റ്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ വാൻഡർസറിനെ കണ്ട് മാഞ്ചസ്റ്റർ ചൂസ് ചെയ്ത ആളാണ്. വാൻഡർസർ എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ, ഞാൻ ഓൾറെഡി എനിക്ക് ഗോൾ കീപ്പിംഗ് കുറച്ച് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റിൽ കീപ്പർ നിൽക്കുന്നുണ്ടാണ്. അതായത് അങ്ങനെയല്ല, അതായത് കണക്ഷൻ എന്ന് വെച്ചാൽ വാൻഡർസറിനോടുള്ള ആരാധന മൂത്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് എടുക്കണമല്ലോ. ആ സമയത്താണ് ഇങ്ങനെ സെലക്ഷൻ കാണുന്നത് ക്രിക്കറ്റിൻ്റെ. അപ്പോൾ എനിക്ക് അറിയണ പണി വിക്കറ്റ് കീപ്പിംഗ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലെ വാൻഡർസർ ആവാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കീപ്പിങ്ങിന്, അങ്ങനെയാണ് ക്രിക്കറ്റ് കരിയർ ഉണ്ടായത്. പക്ഷേ ഈ വാൻഡർസറിനോടുള്ള ആരാധന മൂത്തിട്ട് ഞാൻ അന്നൊന്നും യൂട്യൂബ് ഇത്രയും നമ്മൾ ഇരുന്ന് കാണൂല, പെട്ടെന്ന് നെറ്റ് തീരുമല്ലോ. അപ്പോൾ വൈഫൈ ഉള്ള വീടുകളിലാണ് അൺലിമിറ്റഡ് ആയിട്ട് യൂട്യൂബ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ യൂട്യൂബ് പോയിട്ട് ഇതാ നോക്കുക, വാൻഡർസർ സേവിങ് എന്നൊക്കെ അറിയണ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് വാൻഡർസർ ഇങ്ങനെ ഓരോ മാച്ചിൽ സേവുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ സ്വയം രോമാഞ്ചം ഒക്കെ വരുത്തിയിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്കൂളിൽ 7ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുമ്പോൾ സ്കൂളിൽ ഫുട്ബോൾ സെലക്ഷൻ നടന്ന്. അങ്ങനെ ഞാനൊരു ഗ്ലൗസൊക്കെ വാങ്ങി അങ്ങനെ ഇപ്രാവശ്യത്തെ തിരൂർക്കാട് സ്കൂളിൻ്റെ വാൻഡർസർ ഞാൻ തന്നെയെന്ന് ഉറപ്പിച്ചിട്ട് അങ്ങനെ സെലക്ഷന് പോയി. ആ വർഷം ടീം സെലക്ട് ചെയ്തു, ടീമിലും ഉണ്ടായിരുന്നു, ക്യാമ്പിനുള്ള ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രൗഡായി. ലൈക്ക് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു തിരൂർക്കാട് ടീമിൻ്റെ വാൻഡർസർ ഇനി മുതൽ ഞാനാണ് എന്നുള്ള മൂഡിലൊക്കെ ഇരിക്കുമ്പോഴാണ് ക്യാമ്പിൻ്റെ കോളുകളൊന്നും കാണില്ല. അപ്പോഴാണ് ഇവർ പറയണത് ഈ വർഷം ടീം വീക്കായ കാരണം നമ്മൾ മാച്ചിന് ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ വീക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെയാണ് വീക്ക്. അപ്പോൾ അങ്ങനെ ഉള്ള എൻ്റെ മോഹമൊക്കെ പോയി, ലൈക്ക് വാൻഡർസർ ആവാനുള്ള ചാൻസുകളൊക്കെ മിസ്സായി. അങ്ങനെയാണ് പിന്നെ ക്രിക്കറ്റിലേക്ക് ആ മോഹം ക്രിക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വിക്കറ്റ് കീപ്പറായിട്ട് പോയിട്ട് പിന്നെ ലെഗ് സ്പിന്നർ ആയത്. അങ്ങനെയാണ് അങ്ങനെ ഈ വാൻഡർസറിനോടുള്ള ആരാധനയിലാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആവുന്നത്. പിന്നെയാണ് ഞാൻ റൂണീനൊക്കെ കാണുന്നത്. അങ്ങനെ പിന്നെ റൂണി, ഓവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മൊത്തം വിടിച്ച്, ഫെർഡിനാൻഡ്, എവ്ര അവരൊക്കെ, പിന്നെ നമ്മൾ നാനീൻ്റെ ഫ്ലിപ്പ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ചെറുപ്പത്തിൽ കാണുമ്പോൾ. അങ്ങനെയാണ് യുണൈറ്റഡ് ഫാൻ ആവുന്നത്. ഈ വീട്ടിൽ തന്നെ 2 അനിയന്മാരുണ്ട്. നമുക്കറിയാം മലപ്പുറത്തെ ഒരു വീട്ടിൽ 3 പേരും മിക്കവാറും 3 ക്ലബ്ബായിരിക്കും. എങ്ങനെയാണ് ഇവരോടുള്ള ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ കളി കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? അത് എന്നെക്കാളും കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആണ് അവർ. ഒരാൾ റയലാണ്, ഒരാൾ ബാഴ്സയാണ്. ഈ റയൽ ബാഴ്സ എന്നുള്ളതിൻ്റെ അപ്പുറം ഇവർ ഭയങ്കര പ്രശ്നക്കാരുമാണ്, ഭയങ്കര ഹാർഡ് കോർ ടോക്സിക് ഫാൻസാണ്. ഇപ്പം ഞാനൊന്നും അങ്ങനെ അധികം അടി ഉണ്ടാക്കാനോ വർത്താനത്തിനോ പോകില്ല യുണൈറ്റഡിന് വേണ്ടിയിട്ടൊന്നും. ഞാൻ കളി കാണും, നമ്മളൊരു കളി തോറ്റ വിഷമിച്ചിരിക്കും, കളി ജയിച്ചാൽ ഹാപ്പി എന്നുള്ള മൂഡേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ അതിന് വേണ്ടി വാട്സപ്പിൽ ഫൈറ്റ്, കളി കഴിഞ്ഞാലാണ് ഇവർക്ക് പണി. പ്ലേയേഴ്സൊക്കെ ഡ്രസ്സിംഗ് റൂം പോയി ഡ്രസ്സ് മാറി വീട്ടിൽ പോകും, ഇവർ രാത്രി ഉറങ്ങാണ്ട് ഫാൻ ഫൈറ്റാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് നോർമലാണ്. സ്റ്റിൽ ഇങ്ങനെ തന്നെയാണോ? അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം. ഇപ്പോൾ വേൾഡ് കപ്പ് ആകുമ്പോഴും ഒരാൾ പോർച്ചുഗലാണ്, ഒരാൾ അർജന്റീനയാണ്, ഞാൻ ഇംഗ്ലണ്ടാണ്. അപ്പോൾ അപ്പോഴും അങ്ങോട്ട് ഒക്കാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരനിയൻ റയലായതുകൊണ്ട്, റയൽ യുണൈറ്റഡ് ഒരു അന്തർധാര ഉള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ റയൽ ബാഴ്സ ഭയങ്കര പ്രശ്നമാണ്. അല്ലേ, ഒരു ഇംഗ്ലണ്ട് ഫാൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ നമ്മൾ വേൾഡ് കപ്പിന് കളി ഒരു 60 മിനിറ്റ് വരെ ജയിച്ച കളിയായിരുന്നു ഇംഗ്ലണ്ട്. അതിൻ്റെ കളിക്ക് മുമ്പേ ഇംഗ്ലണ്ട് ജയിച്ച കളിയായിരുന്നു. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അർജന്റീനയുടെ ഒരു കളി കണ്ടപ്പോൾ സത്യത്തിൽ എന്താണ് തോന്നിയത്? അത് ഞങ്ങളന്നിങ്ങനെ പറയും, അതായത് നമുക്ക് വരെ അറിയാം അർജന്റീന ആയിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് ഡിഫൻസിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത് ബേസിക് ഒരു സാധനം എന്നുള്ളത് നമുക്ക് ഫാൻസിന് വരെ അറിയാം. അതെന്തുകൊണ്ടാണ് ടുഷേലിന് അത് മനസ്സിലാവാത്തത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് നമുക്ക് അത്രയും അറ്റാക്ക് ചെയ്യാൻ നമുക്ക് അത്രയും കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട്. ഹാരി കെയ്ൻ, റാഷ്ഫോർഡൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സാക്കേനൊന്നും കളിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇന്റേണൽ കാര്യങ്ങൾ കാണും, പക്ഷെ അത് ഭയങ്കര മണ്ടത്തരായി പോയി. ഈവൻ 2 ഗോൾ അടിച്ചാൽ പോലും അർജന്റീനക്കെതിരെ ഡിഫൻസിലേക്ക് ഇറങ്ങരുത് എന്നുള്ള ഒരു ബേസിക് റൂൾ ഇവർ മറന്നുപോയത് ഭയങ്കര വിഷമമായി. കാരണം അർജന്റീന പ്രൂവ് ചെയ്തതാണ്. അതിന് 4 മാച്ചും അതിന് മുന്നുള്ള 4 മാച്ച് ഇവർ കാണിച്ചാണ് എങ്ങനെയാണ് ഒരു മാച്ച് കംബാക്ക് അടിച്ച് ജയിക്കാൻ. സെയിം മണ്ടത്തരം ഇംഗ്ലണ്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. സ്പെയിൻ ചെയ്തില്ല, സ്പെയിൻ കറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സാധനം ഒരു അർജന്റീന ഫാൻ ഉണ്ടല്ലോ, ഡീൽ ചെയ്ത അനിയല്ലേ
അതിനുള്ള ഡീൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ആർക്കും പറ്റൂല. ഇപ്പൊ ഞാൻ ആലേക്ക് അർജന്റീന എങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഞാൻ ചില വീട് മറിഞ്ഞു വന്നേനെ. കാരണം സെമിയിൽ വരായിട്ട് തോറ്റു. ഞാനാണെങ്കിൽ ഭയങ്കര വെല്ലുവിളിയൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു അർജന്റീനയെ ഇംഗ്ലണ്ട് അടിച്ചിടുന്നു. കാരണം ഇംഗ്ലണ്ടിനെ ഇപ്രാവശ്യത്തെ ടീമിനോ എനിക്ക് 2018 22 ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്തോ ഒരു തോന്നലുണ്ടായിരുന്നു ഫൈനലെങ്കിലും എത്തും എന്നുള്ളത്. പക്ഷെ അതാണ് സെമിയിൽ അങ്ങനെ ഇല്ലാണ്ടായി പോയത്. നമ്മൾ യുണൈറ്റഡിൻ്റെ ഒരു ഫാനായിരിക്കുക എന്നുള്ളതും ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇംഗ്ലണ്ട് ഫാനാകുന്ന അതേ സങ്കടം തന്നെയാണ് യുണൈറ്റഡ് ഫാനും. ഇപ്പോൾ ഒരു അവസാനത്തെ 10-12 വർഷമായിട്ട് നമുക്കറിയാം യുണൈറ്റഡ് ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രോൾ മെറ്റീരിയലാണ്. ഇതെങ്ങനെയാണ് അതിജീവിക്കുന്നത്? എങ്ങനെയാണ് പല രീതിയിൽ ഇപ്പോൾ സിനിമയിൽ പോകുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ പരിഹസിക്കലുണ്ടാവും. എനിക്ക് തോന്നുന്നു പല സിനിമാക്കാരുടെ ഇടയിൽ തന്നെ ക്ലബ് ഫീവർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ഒരു യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എങ്ങനെ മാനേജ് ചെയ്യാൻ പാടാണ്. എന്തു പറയാനാ, ഇടയിൽ അടിക്കണ FA കപ്പൊക്കെ അടിച്ച് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കണത്. പക്ഷെ എങ്കിൽ പോലും കുറച്ച് ഭയങ്കര മോശം സമയത്തിൽ നിന്ന് കുറച്ച് ബെറ്റർ ആയി എന്നുള്ളവരുടെ ഒരു സമാധാനമുണ്ട്. ഇപ്പോൾ അമോറിമിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അമോറിം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരും എന്ന് ഉറപ്പിച്ചതായിരുന്നു ടീമിൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അമോറിം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടാണ് ക്ലബ്ബ് വിട്ടത്. അപ്പോൾ അമോറിം സെറ്റ് ചെയ്തൊരു ഫ്രണ്ട് ലൈൻ വെച്ചിട്ടാണ് ഇപ്പോൾ ക്യാരിക്ക് കളിക്കുന്നത്. പക്ഷേ ക്യാരിക്കും സീസൺ എൻഡ് ചെയ്യാൻ സമയത്താണ് വന്നത്. എന്ത് ചെയ്യും എന്നുള്ളത് ഇനിയിപ്പോൾ ഈ സീസൺ അറിയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും കാര്യമായിട്ടുള്ള സൈനിങ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ട്. ഭയങ്കര പ്രതീക്ഷയൊന്നുമില്ല ടീമിൻ്റെ കാര്യത്തിൽ. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോപ്പ് 4 ഫിനിഷ് ചെയ്ത് അതിനെ ഹാപ്പി, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ യുണൈറ്റഡ് ഫാൻ ആയിരിക്കുമ്പോൾ നമ്മൾ കുറേ സങ്കടങ്ങളാണ് നമുക്ക് കൂടുതൽ കിട്ടിയില്ല കുറേ കാലമായിട്ട്. എന്നാലും കുറച്ചൊരു ഗൂസ് ബംസ് പിടിച്ച കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കൊരു രോമാഞ്ചം തന്ന മത്സരങ്ങളൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും? ഞാൻ അക്കാഡമിയൊക്കെ 17 അക്കാഡമി കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് പിന്നെ കളി കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അതിനുശേഷം എനിക്ക് 2019 UCL PSG ആയിട്ടുള്ള ഒരു UCLാണ് ഭയങ്കര ഇതുപോലെ കുറച്ച് ഗൂസ് ബംസ് വന്നൊരു മാച്ച്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് പ്രീ ക്വാർട്ടറാന്ന് തോന്നുന്നുണ്ട്. PSG ആയിട്ട് ഫസ്റ്റ് ലെഗിൽ തോറ്റു, 2-0 എന്തോ തോറ്റിട്ട് പിന്നെ അവരുടെ പാരീസിൽ പോയിട്ട് 3-2 മാച്ച് ഡ്രോ ആക്കിയിട്ട് പിന്നെ അങ്ങനെ ക്വാർട്ടർ കയറിയ ഒരു മാച്ച് ഉണ്ട്. അത് ഭയങ്കര റാഷ്ഫോർഡ് ലാസ്റ്റ് പെനാൾട്ടി അടിച്ചിട്ട് അത് ഭയങ്കര ഒരു ഗൂസ് ബംസ് ഉള്ള മാച്ചായിരുന്നു. കാരണം അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട്, കാരണം PSG അപ്പോൾ നല്ല പ്രൈം ടൈമും അല്ലേ, എംബാപ്പയും ഇവരൊക്കെ ഉള്ള ടീമുമാണ്. അത് കുറച്ചൊരു മൂഡ് കളിയായിരുന്നത്. അതുപോലെ നമുക്ക് ചില ടീമിനെ തോൽപ്പിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ റയലിലേക്ക് ബൈസനായിരിക്കും, ബൈസക്ക് റയലിനായിരിക്കും. അപ്പോൾ യുണൈറ്റഡ് ഫാൻ എന്നുള്ളവർക്ക് ആരെ തോൽപ്പിക്കുമ്പോഴാണ് ഒരു കൂടുതൽ സന്തോഷം കിട്ടുന്നത്? ഇപ്പോൾ അത് സിറ്റി ഒന്നും ഒരു ഏരിയയായിട്ട് എനിക്ക് തോന്നിയില്ല. പലരും പറയും സിറ്റി ഭയങ്കര, സിറ്റിന് എന്താണെന്നറിയില്ല. സിറ്റി എനിക്ക് അത്ര ഒരു സംഭവം ടീമായിട്ട് തോന്നിയിട്ടേ ഇല്ല. കാരണം സിറ്റി എപ്പോഴും യുണൈറ്റഡ് ആയിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യണം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സിറ്റി ആയിട്ട് 4-0 എന്താണ് നമ്മൾ ജയിച്ചത്. സിറ്റീനെ വലിയൊരു ശത്രുക്കളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് മുന്നേ ആണോ 4-0? കുറച്ച് മുന്നേ 4-0. അപ്പം അങ്ങനെ സിറ്റി വലിയ ഏരിയയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സിറ്റി കിട്ടുന്ന ടീമാണ്. യുണൈറ്റഡ് ആയിട്ട് വരുമ്പോൾ എനിക്ക് അങ്ങനെ സിറ്റീനെ ഭയങ്കര പേടിയൊന്നുമില്ല. പക്ഷേ ലിവർപൂളിനെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ എനിക്ക് ലിവർപൂളുള്ള പോലെയായിരുന്നു കുറച്ച് മുന്നേ, ഒരു 15 വർഷം മുന്നേ ചെൽസി. കാരണം ഈ മാഞ്ചസ്റ്ററിന്റെ കേസ് പറയുമ്പോൾ മാഞ്ചസ്റ്റർ ഈസ് റെഡും ചെൽസി ഈസ് ബ്ലൂ എന്നായിരുന്നു. ചെൽസി ഇപ്പോൾ കുറച്ചായിട്ട് വീക്കായെങ്കിലും ചെൽസി യുണൈറ്റഡ് കളിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. ദ്രോഗ്ബയും ലംബാർഡും ടെറിയൊക്കെ ഉള്ള ചെൽസി ആയിരുന്നു ഭയങ്കര കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. റെഡ് ബ്ലൂ മാച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ സിറ്റി വന്നത്. ഒരു എത്ര കാലം തൊട്ട് കളി കാണുന്നുണ്ടോ? ഒരു സ്കൂൾ ടൈം തൊട്ട് യുണൈറ്റഡ് അതെ, വാൻഡർസറിന്റെ കൂടെ അങ്ങനെ വന്നതാണ്. പിന്നെയാണ് ടീമിനെ മൊത്തം ഇഷ്ടപ്പെട്ടത്. റൂണിയും ഇവരൊക്കെ ഉള്ള റൂണിൻ്റെ ഒക്കെ കളി കണ്ടിട്ടാണ് പിന്നെ സ്ഥിരമായിട്ട് കളി കാണാൻ തുടങ്ങിയത്. അങ്ങനെ കണ്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മളൊരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കഫേ സെറ്റപ്പ്. അതും എനിക്ക് തോന്നുന്ന ഒരു സ്പോർട്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഈ ബ്ലഡിൽ തന്നെ സ്പോർട്സ് ഉള്ളതുകൊണ്ട് എന്തും തുടങ്ങുമ്പോൾ അതങ്ങനെ സ്പോർട്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും തലയിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് തുടങ്ങിയ കഫേയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. നമുക്കൊരു കാലിക്കറ്റ് എവിടെ ഒരു സ്പോർട്സ് കഫേ അല്ല, സ്പോർട്സ് അല്ലെങ്കിൽ കളി കാണണം, ഫുട്ബോൾ കാണണം, ക്രിക്കറ്റ് കാണണം, ബാക്കി എല്ലാ സ്പോർട്സും കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും കളി കാണാനും ഫുഡ് കഴിക്കാനും പറ്റിയൊരു സ്പോട്ട് ആക്കി മാറ്റിയാൽ അങ്ങനെ ഉണ്ടാവുന്നൊരു തോട്ട് വന്നതും. നമുക്ക് സ്പേസും ഉണ്ട്, താഴെ മുകളിലായിട്ട് 2 സ്പേസ് ഉണ്ട്. അപ്പോൾ മുകളിൽ ആദ്യം അങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു, എല്ലാവരും ഓക്കെ ആയി. അങ്ങനെ തുടങ്ങിയത്. മാച്ച് സ്ക്രീനിങ് ഒക്കെ ഉണ്ടാവില്ലേ വേൾഡ് കപ്പ് ടൈമിലൊക്കെ? അതെ വേൾഡ് കപ്പ് ഒക്കെ നമ്മൾ എല്ലാ മാച്ചും സ്ട്രീം ചെയ്തിട്ടുണ്ട്. ചില ഈ രാവിലെ 6 മണിക്കുള്ള മാച്ച് ഒഴികെ, കാരണം സ്റ്റാഫിനും ഉറങ്ങണമല്ലോ, അവർ ഉച്ചയ്ക്ക് വരണമല്ലേ. അപ്പം അത് എന്നാലും ഞങ്ങൾ അർജന്റീനൻ്റെ ഏതോ ഒരു രാവിലത്തെ മാച്ചൊക്കെ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ മാച്ചും നമ്മൾ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് സ്ട്രീം ചെയ്യണേ വേൾഡ് കപ്പ്. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.